ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ നമ്മൾ രണ്ടാമത്തെ ഒരു ലോഡ് പ്രീമിയർ ഇന്റർനാഷണലിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ ആദ്യം ഒരു 20 ദിവസം മുമ്പ് നമ്മൾ 1000-ന്റെ ബിന്ന് സപ്ലൈ ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ 250 കിലോ ഇനോക്കുലം കൊടുത്തിരുന്നു. അവിടെ ചെമ്മീന്റെ വേസ്റ്റ് ആണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പൊ അവിടെ ഉപയോഗിച്ച് ഭയങ്കര സക്സസ് ആയത് കാരണം അവർ 2 ബിന്നിനൂടി ഓർഡർ തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അത് സപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. പ്രീമിയർ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനിയാണ്. അത് വളരെ ഹൈജീനിക്കായിട്ട് നീറ്റായിട്ടുമാണ് അവരുടെ ഫാക്ടറിയുടെ പരിസരം തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഏതാണ്ടൊരു 20 നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത ബിന്നാണിത്. ഇതിനകത്താണ് നമ്മൾ ചെയ്തു തുടങ്ങിയത്. ഇത്ര മീനിന്റെ വേസ്റ്റ് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ബിജാനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കണത്. ഇത് പഠിക്കാനായിട്ട് ചെയ്തതാണ്. അപ്പൊ അതിൻ്റെതായ ഒരു കുറച്ച് ഫാൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ രണ്ടാമത്തെ ബിന്ന് വളരെ അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് വന്നു. കാരണം അതിനകത്തൊന്നും ഒരു ലീച്ചിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വളരെ പക്കയായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. ഇതിനകത്ത് ആദ്യം ചെയ്തപ്പോഴത്തേക്കും അതായത് ഇനോക്കുലം ഉപയോഗിച്ച് കുറവുള്ളത് കാരണം ഇതിനകത്ത് ആദ്യം ലീച്ചിട്ട് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ബിന്ന് ചെയ്തപ്പോൾ ശരിക്കും അവരത് കൃത്യമായിട്ട് പഠിച്ച് അതിനകത്ത് അവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി. പക്ഷെ എന്നാലും നമ്മൾ ഈ ആദ്യത്തെ ബിന്നിന്റെ ഇതല്ല, ഇത് ഇട്ടിട്ട് ഇപ്പൊ ഏകദേശം 10 ദിവസം ആയുള്ളൂ. ഇതിനകത്ത് കംപ്ലീറ്റ് സാധനങ്ങൾ ഇപ്പൊ അഴുകിയിട്ട് ഇതിനകത്ത് ഒരു സാധനവും ഇല്ല. ഈ വൈറ്റ് കളറിൽ കാണുന്നത് ശരിക്കും ട്രൈക്കോഡർമയാണ്. നമ്മുടെ ആ കൾച്ചറിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ വൈറ്റ് കളറിൽ കാണുന്നത് ട്രൈക്കോഡർമ എന്ന് പറയുന്ന ഫംഗസ് ആണ്. അപ്പൊ എത്രത്തോളം ആക്റ്റീവ് ആയിട്ടാണ് ഈ സാധനം വർക്ക് ചെയ്യണമെന്ന് നമ്മൾ ഇതിങ്ങനെ വെച്ചാൽ തന്നെ കാണാൻ പറ്റും. കാരണം ഇതൊരു 10 ദിവസമേ ആയുള്ളൂ. ഇതിനകത്ത് ഈ വേസ്റ്റ് എന്ന് പറയുന്ന സാധനം മാറിയിട്ട് ഇപ്പൊ ഈ ചെമ്മീന്റെ ഷെല്ലാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പൊ ഇതൊരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ ശരിക്കും ഇതെടുത്ത് വിരിച്ചിട്ടതിന് ശേഷം ഇവർക്ക് വളമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ അത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു വേസ്റ്റും തന്നെ, അഴുകാത്ത ഒരു വേസ്റ്റും തന്നെ നമുക്ക് കാണാനായിട്ടില്ല. ഇതെല്ലാം തന്നെ അഴുകി നല്ല റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ വെച്ചാൽ ഇത് ഏറ്റവും നല്ല വളമാണ്. കാരണം ഈ ഫിഷ് വേസ്റ്റിലാണ് നമുക്ക് ഏറ്റവും നല്ല വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അത് കമ്പോസ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. സാധാരണ നമ്മൾ എല്ലുപൊടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേടിച്ചിട്ടാൽ 6 മാസം കഴിഞ്ഞിട്ട് അതിന്റെ പ്രയോജനം കിട്ടുള്ളൂ. ഇത് പക്ഷെ കമ്പോസ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള, അത്രയും എഫിക്കസി ഉള്ള ഒരു വളം അവർ ഇവിടെ തന്നെ നിർമ്മിച്ചെടുത്തിരിക്കുകയാണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇത് എടുത്തു കഴിഞ്ഞാൽ കൊണ്ടുപോകാനുള്ള ആൾക്കാരും ഇവിടെ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലാ കമ്പനികളും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ തന്നെ അവരുടെ വേസ്റ്റിനെ സംസ്കരിക്കാനും അത് ഇതുപോലെ നല്ല വളമായിട്ട് കൊടുക്കാനും പറ്റും. അപ്പൊ ഇതുപോലെ ചെയ്യാനായിട്ട് ഇപ്പൊ ഇത്രയും ബൾക്കായിട്ട് വേസ്റ്റ് വരുന്നവർക്കൊക്കെ നമ്മളെ വിളിക്കാവുന്നതാണ്. നമ്മുടെ നമ്പറും കാര്യങ്ങളും ഒക്കെ നമ്മൾ താഴത്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.